അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇൽമും അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. റഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സിന് നമുക്ക് ചില രോഗങ്ങളുണ്ട്. ശരീരത്തിനുള്ള രോഗങ്ങൾ പോലെ തന്നെയാണ് മനസ്സിന്, നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് കിബർ ഉണ്ടാകുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ഈ ഒരു ചിന്തയും ഈ ഒരു മൈൻഡും വരുന്നത് അത് കിബറിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹുവിൻ്റെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, അത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട, മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ആ ഉപദേശങ്ങളുടെ ഉള്ളറയിൽ നമുക്ക് കാണാം, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹൻ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകനോട് പറയാൻ, മോനെ, ഈ ഭൂമിക്ക് മുകളിലൂടെ ഒരിക്കലും അഹന്തത കാണിച്ച് അഹങ്കാരത്തോടു കൂടെയുള്ള ആ നടത്തണ്ടല്ലോ, ആ നടത്തിക്ക് നടക്കാൻ പാടില്ല, ഈ നടക്കരുത് എന്ന് തൻ്റെ മകനോട് പറയാണ്. അപ്പോൾ ആ ഒരു ആളുകളോടുള്ള, നമ്മളെക്കായും താഴ്ന്ന ആളുകളോടൊരു പുച്ഛം, അല്ലേ? നിറമാകാം, വർഗമാകാം, വർണ്ണമാകാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, ഇതിൻ്റെയൊക്കെ പേരിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന പുച്ഛം, അല്ലേ? ഈ ഒരു പുച്ഛത്തോടു കൂടെ നീ നടക്കരുത് എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് വലാ തംശി ഫിൽ അർളി മറഹൻ, അഹങ്കാരത്തോടു കൂടെ നീ ഭൂമിയിലൂടെ നടന്നു പോകരുത് എന്നാണ്. അങ്ങനെ നടക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു വിഷയത്തിന് അത്രത്തോളം ഗൗരവമുള്ളത് കൊണ്ടാണല്ലോ, അല്ലേ? മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ അഹങ്കാരം കാണിക്കുന്നത്. എനിക്ക് നിന്നെക്കായും വലിയ വാഹനമുണ്ട്, എനിക്ക് നിന്നെക്കാളും വലിയ മൊബൈലുണ്ട്, എനിക്ക് നിന്നെക്കാളും വലിയ സൗന്ദര്യമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അഹങ്കാരത്തോടു കൂടെ നടക്കുക. വലിയ വാഹനത്തിൽ പാവപ്പെട്ടവരോട് മിണ്ടാതെ അവരൊക്കെ വലിയ ആളുകളാണെന്നുള്ള മൈൻഡിൽ നടക്കുന്ന സിസ്റ്റം, ഈ ഒരു രീതി, ഇത് നമ്മളെ വലിയ പരാജയത്തിലേക്ക് എത്തിക്കൊള്ളൂ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്ന, അങ്ങനത്തെ ആളുകളെ കുറിച്ച് അവർക്ക് സ്വർഗ്ഗമില്ല. അല്ലേ? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ, ഒരു അണുമണി തൂക്കമെങ്കിലും കിബർ കൽബിനകത്തുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലും കടക്കേ ഇല്ല എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്ര വലിയ ഗൗരവമാണല്ലേ കിബർ ഉണ്ടാവുക എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ കിബർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സമൂഹത്തിനിടയിൽ നമുക്ക് വില കിട്ടും? അല്ലേ? സമൂഹത്തിനിടയിൽ നമുക്ക് വിലയില്ലാത്തൊരു സംഭവം, മോശമാണ് എന്ന് പറയുന്നൊരു സംഭവം, അത് അള്ളാഹുവിൻ്റെ അടുത്തും വളരെയധികം തെറ്റാണ്, വളരെയധികം മോശപ്പെട്ടൊരു കാര്യമാണ്. അതങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ദുനിയാവിൽ വെച്ച് നമുക്കത് നിയമപരമായിട്ട് തെറ്റാണ്, അല്ലെങ്കിലോ ജനങ്ങൾക്കിടയിൽ അത് മോശത്തരമാണ്, അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം നാളെ അള്ളാഹുവിൻ്റെ അടുത്തും അത് വലിയ മോശമായിരിക്കും. നമ്മൾ മോശം തിരിക്കലുണ്ടല്ലോ, അത് മോശമാണോ, സത്യമാണോ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതൊന്ന് മനസ്സിലാക്കിയോ, ദുനിയാവിലെ ആളുകൾ അതിനെ മോശമായി പറയുന്നുണ്ടോ, എന്നാൽ അത് റബ്ബിൻ്റെ അടുത്തും വലിയ തെറ്റായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ നോക്കൂ, ഖത്താദ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നൊരു കാര്യമുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട വലിയൊരു മഹാനാണ് മഹാനായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ പറയണം, മൻ ഉഅതിയ മാലൻ ഔ ജമാലൻ, ഒരു മനുഷ്യൻ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗന്ദര്യം ആ മനുഷ്യന് കൊടുത്തു, അതുപോലെ തന്നെ വസിയാബൻ വ ഇൽമൻ, നല്ല വസ്ത്രങ്ങൾ, അതിലുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അറിവ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും സുമ്മ ലം യതവാള, അവൻ്റെ മനസ്സിനകത്തൊരു ഒരു ഒരു വിനയം വരുന്നില്ല, ഒരു തവാളു വരുന്നില്ല. ചെറിയൊരു അറിവൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നതാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഹൈറ, അങ്ങനെ ഒരു തവാളുവിൻ്റെ ഒരു ഭാഷ ഉണ്ടല്ലോ കൽബിനകത്ത് വരല്, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാ പറയാനുള്ള ഒരു മൈൻഡ്, ഇതൊക്കെ ഇട്ട് വലിയ സംഭവമായിട്ട് ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ കാന അലൈഹി വബാലൻ യൗമിൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഈ കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വലിയൊരു വിപത്തായിട്ടാണ് നിന്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് ഖത്താദ റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്താൻ.
നമുക്ക് നമ്മുടെ വസ്ത്രങ്ങളാവട്ടെ, നമ്മുടെ സൗന്ദര്യമാകട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ സിക്സ് ബാക്ക്, നമ്മുടെ വടിപൊത്ത ശരീരം എന്തും ആകട്ടെ, ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇത് നമ്മൾ പല രൂപത്തിൽ ഇന്ന് മിസ്യൂസ് ചെയ്യുകയാണ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അല്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടൊക്കെ നമ്മളൊരു തവാദു ഇല്ലെങ്കിൽ നാളെ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഖിയാമത്ത് നാളിൽ ഇതൊക്കെ വലിയ വിപത്തായിട്ട് വരും. നമുക്ക് അള്ളാഹു താല എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരു ഹൈറുണ്ടാകും. നമ്മൾ അതിലൊക്കെ റബ്ബിനെ നമ്മൾ സ്തുതിക്കാനും നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താനും ശുക്ർ ചെയ്യാനും അള്ളാഹു താല ഇതൊക്കെ നൽകുന്നത്. ഇങ്ങനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് ഇതിനെ നമ്മൾ പരിഗണിക്കാതെ, ഒരു തവാദു ഇല്ലാതെ, ഇതിനെ നമ്മൾ നമുക്ക് കിട്ടിയ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ അതിനെ കണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ളൊരു കിബറിൻ്റെ പ്രവർത്തനം നമ്മൾ നടത്തിയാൽ, എനിക്കതൊക്കെ ഉണ്ടല്ലോ, എനിക്കതൊന്നും ഇല്ലല്ലോ, ആ ഒരു മൈൻഡിലൂടെ നടന്നാൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കണ്ടല്ലോ എന്ന് പൊങ്ങച്ചം കാട്ടിയിട്ട് നമ്മൾ നടന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണ് ദുനിയാവിൽ വെച്ചിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യവും നമുക്ക് അള്ളാഹു തആല നൽകുന്ന ഓരോ സംഭവങ്ങളും ഈ പ്രയാസമാണെങ്കിലും അതൊക്കെ പരീക്ഷനാണ്. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നൊരു പരീക്ഷനാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മളെ പരീക്ഷിക്കപ്പെടുകയാണ്, പല രൂപങ്ങളിലായിട്ട്. മനസ്സിലായോ? ഇതിൽ നമ്മൾ ക്ഷമിച്ചും തവാളു കാട്ടിയും കിട്ടിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിന് നന്ദി ചെയ്തും പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ഒരാൾ. മനസ്സിലാക്കണം. അപ്പം അതുപോലെയാകണം നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.